നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോകത്തെ വലിയൊരു വ്യാപാര യുദ്ധത്തിന്റെ ഭീതിയിലാഴ്ത്തിയ US ചൈന തീരുവ യുദ്ധത്തിന് താൽക്കാലിക അന്ത്യം. അടുത്ത 3 മാസത്തേക്ക് ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള തീരുവകൾ ഗണ്യമായി കുറയ്ക്കാൻ ധാരണയായി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ 145% തീരുവ 30% കുറച്ചു. US ഉൽപ്പന്നങ്ങൾക്ക് 125%-ൽ നിന്ന് 10%-ആയും തീരുവ കുറച്ചിട്ടുണ്ട്. ഈ മാസം 14-നകം പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. ജനീവയിൽ നടന്ന ദ്വിദിന ചർച്ചകൾക്ക് ശേഷമാണ് തീരുവയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും എടുത്തത്. ഇതോടെ ആഗോള വിപണികളിൽ ഉണർവ് വന്നിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്നുണ്ടെന്നും ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ വ്യാപാര സ്വാതന്ത്ര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ആരോപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിക്കുന്നത്. ചർച്ച തുടങ്ങിയതിന് പിന്നാലെ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി വ്യക്തമാക്കിയത്. US-മായി ഒരു സാമ്പത്തിക യുദ്ധത്തിന് ചൈനയ്ക്ക് താൽപര്യമില്ലെന്ന് ചൈനീസ് ഉപപ്രധാനമന്ത്രി ഹി ലിഫെങ്ങും പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം ട്രംപ് ചൈനീസ് സാധനങ്ങൾക്ക് 145% തീരുവ പ്രഖ്യാപിച്ചതോടെയാണ് ചൈന 125% തീരുവ പ്രഖ്യാപിച്ച് തിരിച്ചടിച്ചത്. ഏപ്രിൽ 2-ാം തീയതിയാണ് ലോകരാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. 20% പകരച്ചുങ്കം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് 27% തീരുവയാണ് അമേരിക്ക ചുമത്തിയത്. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, UK-ക്ക് 10%, ജപ്പാന് 24% തീരുവയായിരുന്നു അന്ന് US പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇവയെല്ലാം തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു.